അന്വേഷണ സംഘം കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നോ നാളെയോ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത, കസ്റ്റഡിയിലെടുക്കാനാണ് സാധ്യത. തുടർ ചോദ്യം ചെയ്യലിന് ശേഷം കൃത്യമായ തെളിവ് ലഭിക്കുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. സാധാരണ രീതിയിൽ ഇത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് വിളിക്കുമ്പോൾ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് സാധ്യത ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിൽ നോട്ടീസ് നൽകേണ്ടതില്ല. വൈകാതെ തന്നെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ നേരിലേക്ക് അന്വേഷണം പോകുന്നില്ല, അവരെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്നിരുന്നു. അതിനെല്ലാം ഒരു മറുപടി ആകുകയാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ ബോർഡ് മെമ്പേഴ്സിന്റെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ കൃത്യമായ പങ്ക് വിശദമായി തന്നെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. അതിൽ നിന്ന് ഇവരുടെ പങ്ക് വ്യക്തമാവുന്ന കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് വളരെ വേഗത്തിൽ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വിമർശനങ്ങൾ, പരാമർശങ്ങളൊക്കെ ദേവസ്വം ബോർഡിനെതിരെ ഉയർന്നിരുന്നു. നിലവിലെ ഭരണസമിതിക്കെതിരെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2019 കൊണ്ടുപോയ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തവണയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് സ്പോൺസർഷിപ്പ് നൽകി ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ തീരുമാനമെടുത്തെന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്ന ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. അക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ നിലപാട് അറിയിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടില്ല. 2019 പ്രശ്നങ്ങളുടെ പേരിൽ അത് മറച്ചുവെക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല ഇത്തരത്തിൽ വീണ്ടും കൊടുത്തുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ തീരുമാനിച്ചെന്നുള്ള വിവരം അറിയിക്കും. നിലവിൽ ഗ്യാരണ്ടി ബാക്കിയുള്ളതിനാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതെന്ന് പറയുകയും ചെയ്തു. അത് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2019 കൊടുത്തതുപോലെ നേരിട്ട് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുകയായിരുന്നില്ല ഉണ്ടായിരുന്നത്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അവരാണ് അത് അവിടെ കൊണ്ടുപോകുന്നത്, മറ്റു നടപടികൾ ചെയ്യുന്നത്. ഇതിന്റെ സ്പോൺസർഷിപ്പ് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യും. എന്തായാലും കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. രാഹുൽ ഈശ്വർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. രാഹുൽ, ഈ കേസ് വളരെ സീരിയസ് ആയിട്ടും വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം മുരാരി ബാബുവിന്റെ അറസ്റ്റ് വേഗത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്ന് മാത്രമല്ല, കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊക്കെ പോവുകയാണ്. അപ്പൊ ഇതിനകത്ത് അന്വേഷണം പ്രോപ്പറായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നോ? ഇപ്പോഴത്തെ പ്രതീക്ഷ ഹൈക്കോടതിയിലാണ്. ഇതുവരെയുള്ള കാര്യത്തിൽ ഹൈക്കോടതി സ്പീഡായി പോയിട്ടുണ്ട്. 7ഓളം ഇടക്കാല വിധികൾ വന്നിട്ടുണ്ട്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആക്കിയത് എന്താണെന്ന് അറിയില്ല. പൊതുജനങ്ങളും താങ്കൾ അടക്കമുള്ള മാധ്യമങ്ങളും ഒക്കെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നതായിരുന്നു. വിധി എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തത്. മുരാരി ബാബുവിനെ മാത്രമല്ല, ഈ മുരാരി ബാബുവും നമ്മുടെ ഉണ്ണികൃഷ്ണനും ഒക്കെ വെറും കരുക്കളാണ്, വെറും കൈയാണ്, അല്ലെങ്കിൽ പ്യൂണാണ്. യഥാർത്ഥത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു പ്യൂണാണ്. ഇയാളുടെ പിന്നിൽ മുരാരി ബാബുവിന്റെ പിന്നിൽ ആരാണുള്ളത്? അവർ പോളിസി ഡിസിഷൻ എടുക്കാൻ കഴിയുന്നവരാണ്. അതായത് ഉണ്ണികൃഷ്ണൻ കാലാണ്, മുരാരി ബാബു കൈയാണ്. പക്ഷെ തലയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? കൈയും കാലും തെറ്റ് ചെയ്താൽ തലയ്ക്കല്ലേ ഉത്തരവാദിത്വം? അപ്പോ ആ തലയിലേക്കും തലച്ചോറിലേക്കും മാസ്റ്റർ മൈൻഡ് എന്ന് ലീഗൽ ലാംഗ്വേജിലും സാധാരണ ഭാഷയിൽ ആരാണ് ഗൂഢാലോചന നടത്തിയതെന്നും അല്ലെങ്കിൽ ഇതിന്റെ തലയിലേക്ക് എത്തണം. ഹൈക്കോടതിയിൽ വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ കേരള ഗവൺമെന്റിന്റെ പോലീസാണ് അന്വേഷിക്കുന്നത്. അപ്പൊ CPMമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കൾ ആരെങ്കിലും അറസ്റ്റിലായാൽ CPMന് കലികാലം തീരുന്നവരെയുള്ള നാണക്കേടാണ്. അതിലേക്ക് എത്തുമോ എന്നറിയില്ല. അവരെയൊക്കെ നമുക്ക് വ്യക്തിപരമായി അറിയാം. സുഹൃത്തുക്കളാണ്, കുടുംബ സുഹൃത്തുക്കളാണ്. പക്ഷേ അയ്യപ്പന്റെ സ്വത്ത് കെട്ടതിനെക്കാട്ടി വലിയ ബന്ധമൊന്നും ആരുമായിട്ട് നമുക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് 100% അവരിലേക്കും കൂടെ എത്തണം. ഇതിന് പോളിസി ഡിസിഷൻസ് ഉണ്ട്. അനിഷാജി ഓർക്കേണ്ട കാര്യം, വ്യാജരേഖാ നിർമ്മാണം നടന്നു. അതായത് സ്വർണം പതിച്ച ചെമ്പുപാളികളെന്ന് മാറ്റി ചെമ്പുപാളികളെന്ന് മാത്രമാക്കിയത് ക്രിമിനൽ കോൺസ്പിറസിയുടെ തെളിവാണ്. ശ്രീ നിഷാദിന്റെ വീട്ടിൽ നിന്ന്, എന്റെ വീട്ടിൽ നിന്ന് 100 പവൻ സ്വർണം എടുത്ത് ഒരു ആൾക്ക് നമ്മൾ കൊടുത്തുവിട്ടു പണി ചെയ്യാൻ. 39 ദിവസമായിട്ട് അവിടെ എത്തിയില്ലെങ്കിൽ നമ്മൾ വിളിച്ചു ചോദിക്കൂലേ എന്ത് പറ്റി? എന്റെ വീട്ടിൽ നിന്ന് 100 പവൻ സ്വർണം കൊണ്ടുപോയി, എന്താണ് അവിടെ എത്താത്തത്? അപ്പം കിലോ കണക്കിന് സ്വർണം ഇവിടെ നിന്ന് പോയപ്പോ 39 ദിവസം വേറൊരാളുടെ കൈ ഇരുന്നിട്ട് അത് വിളിച്ചു ചോദിക്കാത്തത് ഏതെങ്കിലും വീഴ്ചയാണോ? ബോധപൂർവമല്ലേ? അപ്പോ ഇതിന്റെ പിന്നിൽ ജൂലൈ 19, ജൂലൈ 20 സ്വർണം പതിച്ച ചെമ്പുപാളികൾ ഇളക്കിയെടുത്തിട്ട് ഓഗസ്റ്റ് 29 അവിടെ എത്തുന്നത്. ഈ 39 ദിവസം എന്ത് ചെയ്തു? അന്വേഷിക്കേണ്ട കാര്യമല്ലേ? ഇതിന് ദേവസ്വം ബോർഡ് അറിയാതെയാണോ ചെയ്തത്? അപ്പോ ദേവസ്വം ബോർഡിന് ഇതിന് കൾപ്പബിലിറ്റി ഉണ്ട്. ഇനി അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ദേവസ്വം ബോർഡിന് ഇതിന് ഉത്തരവാദിത്വമുണ്ട്. ഇന്നലത്തെ ഹൈക്കോടതിയുടെ വിധിയിൽ 2019 കൊള്ള മറയ്ക്കാനാണോ 2025 ഇത് ചെയ്തത് എന്ന്
സൂചിപ്പിക്കുന്നുണ്ട്. അറിയില്ല ഇനി ഇന്നത്തെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് അറിയില്ല. ഹൈക്കോടതി അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്തായാലും 2 കാര്യങ്ങൾ സ്ഥിരീകരണമായല്ലോ. ഒന്ന്, ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടിട്ടുണ്ട്. 2, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല അതിന്റെ പിന്നിൽ നിൽക്കുന്ന ഉന്നതർക്കും ബന്ധമുണ്ട്. ആ ഉന്നതർ ആരാണെന്ന് എന്തിനാണ് വളച്ചിട്ട് പറയുന്നത്? ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ട്. ആ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം എത്തുമോ എന്നുള്ളതാണ് ആൾക്കാർ നോക്കുന്നത്. ശരി, ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം എത്തുമോ എന്ന് കൂടി ഉറ്റുനോക്കുകയാണെന്ന് രാഹുൽ പറയുന്നത്. എന്തായാലും പ്രോപ്പറായി അന്വേഷണം പുരോഗമിക്കേണ്ടതുണ്ട്. ഹൈക്കോടതിയിലാണ് പ്രതീക്ഷ എന്നാണ് രാഹുലിന്റെ അഭിപ്രായം. ശരി.